അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട റവറൻറ്റ് ഫാദർ ഡോക്ടർ KM ജോർജ് അച്ഛൻ, പ്രിയപ്പെട്ട ഇബ്രാഹിം ക, ഹാഷിം ക, ഉസ്താദ് മണിക്ഫാൻ, VK അബ്ദുള്ള സാഹിബ്, പ്രിയപ്പെട്ട അഹമ്മദ് മാഷ്, ഏറെ പ്രിയങ്കരനായ നടേശൻ മാഷ്, സദസ്സിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷത്തോടെയാണ് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഖുർആൻ അകുംബറുളിൻ്റെ 4-ാം വാള്യം പ്രകാശിതമായി കഴിഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന് സ്തുതി. 7 വാള്യങ്ങളിലായി പൂർത്തീകരിക്കണമെന്നാണ് ആഗ്രഹം. 7 വാള്യങ്ങളിൽ ഒതുങ്ങുമോ എന്നെനിക്കറിയില്ല. സാധിക്കുന്നിടത്തോളം ചുരുക്കിയും സംഗ്രഹിച്ചുമാണ് വ്യാഖ്യാനങ്ങൾ എഴുതുന്നത്. ആവർത്തനങ്ങളില്ലാതെ പരമാവധി വാക്കുകൾ പിശുക്കി എഴുതിയിട്ടാണ് ഇത്രയെങ്കിലും ഒതുക്കി കൊണ്ടുവരാൻ സാധിക്കുന്നത്. പക്ഷേ എന്നിട്ടും കാലം ആവശ്യപ്പെടുന്ന ഒരു ദൗത്യമെന്ന നിലയ്ക്ക് ഇത് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. വ്യാഖ്യാനം മാത്രമല്ല, നിലവിലുള്ള ദുർവ്യാഖ്യാനത്തെ പരിചയപ്പെടുത്തുക കൂടി ചെയ്യേണ്ടി വരുന്നു ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വ്യാഖ്യാനപരമായ വെല്ലുവിളി എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ജബ്ബാർ മാഷും ലിയാഖത്തൊക്കെ മുമ്പിലിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇന്ധനമായി വർത്തിക്കുന്ന നിലവിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ, വിശുദ്ധ വേദത്തിന് ഒട്ടും നിരക്കാത്ത, വേദത്തിൻ്റെ വിശുദ്ധിയെ ഒട്ടും മാനിക്കാതെ പഴയകാല കൊട്ടാര പണ്ഡിതന്മാരെഴുതിയ അശ്ലീല വ്യാഖ്യാനങ്ങളാണ് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അതൊക്കെ ആധികാരികമെന്ന് പേരെടുത്തവയും പ്രസിദ്ധിയാർജിച്ചവയുമാണ്. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ 7 വാള്യത്തിൽ ഒതുക്കണം എന്ന എൻ്റെ ആഗ്രഹം അത്യാഗ്രഹമാകുമോ എന്നെനിക്കറിയില്ല. എന്തായാലും ആയുസ്സും ആരോഗ്യവും ബുദ്ധിയും ഒക്കെ ദൈവം നിലനിർത്തി തരികയാണെങ്കിൽ എഴുതി തീർക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഖുർആൻ അകുംബറുൾ 4-ാം വാള്യം പ്രകാശനം ചെയ്യുന്ന ഈ വേളയിൽ കുറേ ആളുകൾ ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് എൻ്റെ പ്രിയപ്പെട്ട ഗുരു KT അബ്ദുറഹീമാണ്. അദ്ദേഹം തന്നിട്ടുള്ള ഊർജമാണ്, അദ്ദേഹം തന്നിട്ടുള്ള വെളിച്ചമാണ് ഇപ്പോഴും ഈ വഴിയിൽ എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാൾ ഗുരു നിത്യ ചൈതന്യതിയാണ്. ഒരുപക്ഷെ ഗുരുവും ഞാനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇങ്ങനെയൊരു ദൗത്യത്തിലേക്ക് ഞാൻ എത്തിപ്പെടുമോ എന്നെനിക്ക് സംശയമാണ്. ഖുർആനൊരു മതഗ്രന്ഥമല്ലെന്നോ അതൊരു മതപുസ്തകമല്ലെന്നും അതൊരു ആത്മവേദമാണെന്നും എന്നെ ആദ്യം ഉണർത്തുന്നത് നിത്യഗുരുവാണ്. ഒരു ഘട്ടത്തിൽ ഞാൻ സിദ്ധാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ദർസ് നടത്തുന്ന സമയം എൻ്റെ മുന്നിൽ വളരെ നിഷ്കളങ്കരായ കുട്ടികൾ ഖുർആൻ പഠിക്കാനിരിക്കുകയാണ്. അവരോട് ഞാൻ ഈ പഠിച്ചത് ആവർത്തിച്ച് പഠിപ്പിച്ചു കൊടുക്കാനാണ് നിയോഗിതനായിരിക്കുന്നത്. പലപ്പോഴും എൻ്റെ മനസാക്ഷിയും ഞാൻ നടത്തുന്ന അധ്യാപനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടും. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഞാൻ വലിയ ആത്മസംഘർഷത്തിൽ എത്തിപ്പെടുകയും നിത്യഗുരുവിന് കത്തെഴുതുകയും ചെയ്തു. എനിക്ക് വലിയ പ്രയാസത്തിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എനിക്കിത് സാധിക്കുന്നില്ല. ഗുരുവിന് വല്ല പരിഹാരവും നിർദ്ദേശിക്കാറുണ്ടോ? ഗുരു പറഞ്ഞു ഖുർആൻ പഠിക്കണം. ഇത് ഞാൻ എന്നെ പരിഹസിക്കുന്നതായിട്ട് വിലയിരുത്തുകയും ഞാൻ ഗുരുവിന് അല്പം രോഷത്തോടെ ഒരു കത്ത് മറുപടിയായി എഴുതുകയും ചെയ്തു. ഞാൻ ചോദിച്ചു, ഗുരു, 10-16 വർഷം ദർസിലിരുന്ന് ഉസ്താദുമാരുടെ മുന്നിലിരുന്ന് ഖുർആൻ പഠിച്ചൊരു വ്യക്തിയാണ് ഞാനൊരു പ്രശ്നത്തിന് പരിഹാരം അന്വേഷിച്ച് അങ്ങേക്ക് കത്തെഴുതിയപ്പോൾ എന്നെ പരിഹസിക്കുന്ന വിധത്തിൽ വീണ്ടും ഖുർആൻ പഠിക്കണമെന്നാണ് അങ്ങ് എഴുതിയിരിക്കുന്നത്. എൻ്റെ മനോനിലവാരം നന്നായി മനസ്സിലാക്കിയ ഗുരു എനിക്ക് വീണ്ടും എഴുതി, ഞാൻ പരിഹസിച്ചതല്ല, ഞാൻ സത്യം പറഞ്ഞതാണ്, നീ ഖുർആൻ പഠിക്കണം. എന്നിട്ട് അതിൻ്റെ താഴെ അദ്ദേഹം എഴുതി, മുസ്തഫ ഇതുവരെ പഠിച്ചത് ഒരു മതപുസ്തകമാണ്, അതൊരു ആത്മവേദമെന്ന നിലക്ക്
ദൈവം തന്നോട് സ്വകാര്യമായിട്ടെന്തോ പറയുന്നു എന്ന നിലക്ക് ഖുർആൻ വായിക്കണമെന്ന് പറയുകയും ആ അർത്ഥത്തിൽ ഞാൻ ഖുർആൻ വായിച്ചു തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇന്ന് അകമ്പൊരുളിൻ്റെ ഈ 4-ാം വോള്യത്തിൽ എത്തി നിൽക്കുന്ന ചരിത്രത്തിലേക്ക് എന്നെ നയിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞ മറ്റൊരു കാര്യം ഒരു ഗുരുവിനെ കണ്ടെത്തണം എന്നതുകൂടിയാണ്. ഒരു ഗുരുവിനെ കണ്ടെത്തണം. ഖുർആൻ പഠിക്കുന്നത് സ്വന്തമായിട്ടാകരുത്, ഒരു ഗുരുവിനെ കണ്ടെത്തണം. അങ്ങനെ ഞാൻ KT അബ്ദുറഹീം സാഹിബിനെ 1998 കണ്ടെത്തുന്നത്. അന്ന് ഗുരു എനിക്ക് എഴുതിയ അവസാനത്തെ കത്തിൽ പറഞ്ഞു, ഇനി എനിക്ക് സമാധാനമായി മരിക്കാമല്ലോ, മുസ്തഫയ്ക്കൊരു ഗുരുവിനെ കിട്ടിയല്ലോ എന്നാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഗുരുക്കന്മാരുടെ കാരുണ്യം എന്ന് പറയുന്നത് ഒരു വലിയ തണലായി, ഒരു വെളിച്ചമായി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പ്രയാണത്തിൽ നമുക്ക് വേണ്ടത് സമ്പത്തോ ഭൗതികമായ സൗകര്യങ്ങളോ അല്ല. അത് വന്നു ചേരും. ഈ ലോകത്ത് അത് ധാരാളമായിട്ടുണ്ടല്ലോ. സ്വത്ത് എന്ന് പറയുന്നത്, സമ്പത്ത് പറയുന്നത് ധാരാളമായിട്ട് ഈ ലോകത്തുണ്ട്. അത് പലയിടത്തായിട്ട് ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. അത് അന്വേഷിച്ച് നമ്മൾ ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. സമ്പത്ത് വേണമല്ലോ, വലിയ ആസ്തി വേണമല്ലോ എന്ന് കരുതി നമ്മളിങ്ങനെ നാട് നീളം ഓടേണ്ട കാര്യമില്ല. അത് ഈ ലോകത്തുണ്ട്, അത് വന്നു ചേരും. നമ്മൾ അന്വേഷിക്കേണ്ടത് ജ്ഞാനത്തെയാണ്, അറിവിനെയാണ്, നമ്മെ നയിക്കുന്ന വെളിച്ചത്തെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇത് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹം നേരിടുന്ന വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത്. അറിവിന് വില കൽപ്പിക്കാത്ത, ഭൗതികമായ ആസ്തികൾക്ക് വില കൽപ്പിക്കുന്ന ഒരു സമൂഹവും എവിടെയും രക്ഷപ്പെടില്ല, രക്ഷപ്പെടാൻ സാധ്യവുമല്ല. ഇന്ന് മതങ്ങളൊക്കെ എത്തി നിൽക്കുന്നത് ആസ്തികൾക്ക് വില കൽപ്പിക്കുന്ന ഒരു പതനത്തിലാണ്. അവർക്ക് വേണ്ടത് വലിയ കെട്ടിടങ്ങളാണ്, ഒരുപാട് ആസ്തിയാണ്, പണമാണ്. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ അധപ്പതനം തുടങ്ങി. ഈ അകമ്പൊരുളിൻ്റെ പ്രവർത്തകരോട് എനിക്ക് ഉണർത്താനുള്ളത് അതാണ്. നമ്മൾ പണമന്വേഷിച്ചു പോയാൽ, വലിയ സൗകര്യങ്ങൾ അന്വേഷിച്ചു പോയാൽ അകമ്പൊരുളും അധപ്പതിക്കും എന്നുള്ളതാണ്. പണം നമുക്ക് ആവശ്യത്തിന് വേണം, മോശപ്പെട്ട സംഗതിയൊന്നുമല്ല. പക്ഷേ അതാവരുത് നമ്മുടെ ലക്ഷ്യം. അത് ലക്ഷ്യമായി തീർന്നാൽ അറിവ് നമ്മിൽ നിന്ന് അകന്നു നിൽക്കും. എത്രത്തോളം നമുക്ക് സൗകര്യങ്ങൾ പരിമിതമാകുന്നോ അത്രത്തോളം അറിവിൽ നാം അഭിരമിക്കും. എത്രത്തോളം നമുക്ക് സൗകര്യങ്ങൾ വർദ്ധിക്കുന്നുവോ അത്രത്തോളം അറിവ് നമ്മിൽ നിന്ന് വിട്ടു നിൽക്കും. അതുകൊണ്ട് നാം അറിവന്വേഷിക്കുന്നവരാകണം. അറിവിൻ്റെ വെളിച്ചമാണ് യഥാർത്ഥത്തിൽ നമ്മെ നയിക്കേണ്ടത്. ഈ അകമ്പൊരുളിൻ്റെ ചരിത്രം പറയുമ്പോൾ നേരത്തെ വി കെ അബ്ദുള്ള സാഹിബിനെ എനിക്ക് എങ്ങനെയാണ് ഈ സദസ്സിനെ പരിചയപ്പെടുത്തേണ്ടതെന്ന് അറിയില്ല. അദ്ദേഹമാണ് ഈ അകമ്പൊരുളിൻ്റെ ഭൗതിക സ്രോതസ്സായിട്ട് നിലകൊള്ളുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പണം നമ്മെ, അല്ലെങ്കിൽ ഭൗതിക സൗകര്യങ്ങൾ നമ്മളെ തേടി വരുമെന്ന്. അതുപോലെ തേടി വന്നതാണ് ആ വ്യക്തി. അദ്ദേഹം വലിയൊരു എണ്ണപ്പെട്ട വ്യവസായികളിൽ ഒരാളൊന്നും അല്ല, ഒരു സാധാരണ വ്യവസായിയാണ്, വിജയിച്ച ഒരു വ്യവസായി. അദ്ദേഹവും ഞാനും ഒന്നിച്ചൊരു യാത്ര ഉണ്ടായിരുന്നു, ഒരു ഹജ്ജ് യാത്ര. ആ ഹജ്ജ് യാത്രയിലാണ് ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നത്. ഞാൻ എൻ്റെ സ്വപ്നം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചു, അദ്ദേഹം അത് ഏറ്റെടുത്തു. വലിയ ബാധ്യത, ചെറിയ ബാധ്യതയൊന്നുമല്ല. കണക്ക് ഒരുപാട് അക്കങ്ങളുടെ മുകളിലേക്ക് പോകും. ആ ബാധ്യതകൾ ഏറ്റെടുത്ത് അകമ്പൊരുളിൻ്റെ കൂടെ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിന് പണം മാത്രമല്ല തരുന്നത്, അദ്ദേഹത്തിൻ്റെ പല ബന്ധങ്ങളും നഷ്ടമായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് അകന്നിട്ടുണ്ട് ഈ അകമ്പൊരുളിനെ സപ്പോർട്ട് ചെയ്യുന്ന കാരണത്താൽ. അദ്ദേഹത്തോട് പിണക്കമുള്ളവരുണ്ട് കുടുംബത്തിൽ പോലും. പക്ഷെ അതൊക്കെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഈ ഒരു ധർമ്മസംഘത്തെ പിന്തുണച്ച് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തിന് കാലവും ചരിത്രവും മതിയായ അംഗീകാരം നൽകുമെന്ന് എനിക്ക് കുറച്ച് പ്രതീക്ഷയുണ്ട്. അതുപോലെ അകമ്പൊരുളിലൂടെ ഒരുപാട് ധർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഇതൊരു അവകാശവാദമായിട്ട് പറയല്ലോ കേട്ടോ, അവകാശവാദങ്ങളിൽ കാര്യമൊന്നുമില്ല. പക്ഷേ മനസ്സിലാക്കാൻ പറയുകയാണ്, ഈ സദസ്സ്
പ്രബുദ്ധമായ ഒരു സദസ്സാണ്. അകമ്പൊരുളിൻ്റെ ആശയങ്ങളെ നെഞ്ചേറ്റുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ അറിയണം, അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചരിത്രത്തിൻ്റെ പുനർവായന. മുഹമ്മദ് നബി കള്ളനാണ്, കൊള്ളക്കാരനാണ്, സ്ത്രീലമ്പടനാണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ ചരിത്ര കഥനങ്ങളിൽ നിന്ന് ചരിത്രത്തിൻ്റെ നേർവായന അകമ്പൊരുളിന് സാധിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ് മുഹമ്മദ് നബിയുടെ ചരിത്രം വികലമാക്കപ്പെട്ടത് എന്ന് ഇന്ന് കേരളീയ സമൂഹത്തിനെങ്കിലും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. മത മേധാവികളുടെ ആചാര്യസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട പല ബിംബങ്ങളും കള്ളനാണയങ്ങളായിരുന്നുവെന്ന തിരിച്ചറിവ് കേരളീയ സമൂഹം നേടിയിട്ടുണ്ട്. ഇത് അകമ്പൊരുളിനാലുണ്ടായിട്ടുള്ള ഒരു വലിയ തിരിച്ചറിവാണ് എന്ന് ഞാൻ വിനീതമായി വിശ്വസിക്കുന്നു. അതുപോലെ സർവവേദ സത്യം എന്ന ആശയം, ബൈബിൾ ഉൾപ്പെടെ ഭാരതീയ വേദങ്ങൾ ഉൾപ്പെടെ എല്ലാം തിരുത്തി എഴുതപ്പെട്ടതാണ്, കാലഹരണപ്പെട്ടതാണ്, ദുർബലപ്പെട്ടതാണെന്ന് പറഞ്ഞ് കേരളത്തിലുടനീളം സ്നേഹസംവാദം എന്ന പേരിലും മറ്റു പല പേരുകളിലും പൂർവ്വവേദങ്ങളെ ഇകഴ്ത്തി നടത്തിയ ചില ജൈത്രയാത്രകളുണ്ട്, ചില സംഘടനകളുടെയും ചില വ്യക്തികളുടെയും നേതൃത്വത്തിൽ. അവർ കോടീശ്വരന്മാരായത് നല്ല കാര്യം. പക്ഷേ അതോടുകൂടി ഇവിടെ നമ്മുടെ സമൂഹം മുറിപ്പെട്ടു, അകന്നുപോയി. ഇന്ന് ക്രൈസ്തവ സമൂഹവും മുസ്ലിം സമൂഹവും തമ്മിൽ വളരെ വ്യക്തമായ അകൽച്ച നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്നതിൻ്റെ നാരായ വേര് കേരളത്തിൽ മതപുസ്തകങ്ങളെയും വേദഗ്രന്ഥങ്ങളെയും ഇകഴ്ത്തിക്കൊണ്ട് ചിലർ നടത്തിയ ക്രൂര സംവാദങ്ങളുടെ കാരണമാണ് എന്ന് എനിക്ക് കുറച്ച് പറയാൻ കഴിയും. ഒരു മതത്തെയും വിമർശിക്കാതെ ആരാധനകൾ നടത്തി, സാമൂഹ്യ സേവനം നടത്തി, അധ്യാത്മരംഗത്ത് പ്രവർത്തിച്ചവരായിരുന്നു ഇവിടുത്തെ ക്രൈസ്തവ പാതിരിമാരും പുരോഹിതന്മാരും. അവരെ അങ്ങനെ ഒരു മതപ്രചാരണവും മതപ്രബോധനവും ഒക്കെ അവർ നടത്തിയിരുന്നു. പക്ഷെ മറ്റു മതങ്ങളെ ഇകഴ്ത്തുന്ന നിലപാടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരെ മതവിമർശനത്തിൻ്റെയും ആചാര്യവിമർശനത്തിൻ്റെയും തലത്തിലേക്ക് നിർബന്ധിച്ച് തള്ളിവിട്ടത് ഇത്തരത്തിലുള്ള താല്പര്യക്കാരാണ്, മതക്കച്ചവടക്കാരാണ്. ഒരു വേദവും കാലഹരണപ്പെട്ടതല്ല, ഒരു വേദവും കാലഹരണപ്പെടുകയുമില്ല. അത് വേദവചനങ്ങളാണ്. നിങ്ങൾ വേദം കാലഹരണപ്പെട്ടുവെന്ന് പറയുമ്പോൾ സത്യത്തിൽ പറയുന്നത് ദൈവം കാലഹരണപ്പെട്ടു എന്നാണ്. വേദത്തിൽ മാറ്റത്തിരുത്തലുകൾ ഉണ്ടായെന്ന് പറയുമ്പോൾ സത്യത്തിൽ നിങ്ങൾ പറയുന്നത് ദൈവം നിസ്സഹായനായി പോയി എന്നാണ്. ദൈവവിശ്വാസിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ന് സമൂഹം സത്യം തിരിച്ചറിയുന്നുണ്ട്. എല്ലാ വേദങ്ങളും സത്യമാണ്. ഏത് വേദമനുസരിച്ച് ജീവിച്ചാലും മോക്ഷമുണ്ട്. അങ്ങനെ ഒരു കള്ളിയിൽ പെടേണ്ടുന്ന, ഒരു കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് മോക്ഷം കിട്ടുന്ന ഒരു ഏർപ്പാടില്ല. നന്നായി ജീവിക്കുക, ഇതാണ് ഖുർആൻ പറയുന്നത്. നന്നായി ജീവിക്കുക, അമലുസ്സാലിഹാത്തുണ്ടാവുക, സത്കർമ്മങ്ങൾ ഉണ്ടാവുക. ഇതാണ് യഥാർത്ഥത്തിൽ അകമ്പൊരുൾ കേരളീയ സമൂഹത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ദാർശനികമായ വിശ്വാസപരമായ സംഭാവന എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത്തേത്, മതം മാറ്റത്തെക്കുറിച്ചുള്ള മുസ്ലിം സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാതലായ മാറ്റം വന്നിട്ടുണ്ട്. മതം മാറ്റലാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് പഠിപ്പിക്കപ്പെട്ടിരുന്നു. യഥാർത്ഥത്തിൽ മതമല്ല മാറേണ്ടത് അവനവനാണ് എന്നും ഉള്ളിലാണ് മാറ്റമുണ്ടാകേണ്ടത് എന്നും സമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഉള്ളിൽ മാറ്റം ഉണ്ടാകണം. പ്രസവിക്കാത്ത പശു തൊഴുത്ത് മാറ്റിക്കെട്ടിയതുകൊണ്ട് പ്രസവിക്കില്ല. നല്ല പശു ഏത് തൊഴുത്തിലും പ്രസവിക്കും. ഇത് തിരിച്ചറിയാൻ അപാരമായ ബുദ്ധിയൊന്നും വേണ്ട. ഈയൊരു തലം കേരളീയ സമൂഹത്തിന് ഇസ്ലാമിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പരിചയപ്പെടുത്താൻ അകമ്പൊരുളിന് സാധിച്ചിട്ടുണ്ട്. നാലാമത്തത്, അഹമ്മദ് മാഷ് ഇവിടെ പറഞ്ഞ കാര്യമാണ് സ്ത്രീകളുടെ ഇടം. ഞാൻ 5 പെങ്ങന്മാരുടെ ആങ്ങളെയാണ്. എനിക്ക് 5 പെങ്ങന്മാരുണ്ട്. എനിക്കറിയാം ഒരു പെണ്ണിൻ്റെ ഇടം ഏതാണെന്ന്. ഇത് പക്ഷെ മതം അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ഒരു പെണ്ണിന് അവളുടെ നിക്കാഹിൻ്റെ വേദിയിൽ ഇരിക്കാൻ അവകാശമില്ലാത്തൊരു മതം, തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിക്ക് സാക്ഷിയാകാൻ അവകാശമില്ലാത്ത ഒരു മതം, തൻ്റെ മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന വേദിയിൽ
തൻ്റെ മകളുടെ വിവാഹത്തിന് സാക്ഷിയാകാൻ ഉമ്മയ്ക്ക് അനുവാദമില്ലാത്തൊരു മതം. എന്നോ ഇട്ടേച്ചു പോയ പിതാവിനെ മകളുടെ വിവാഹ സമയത്ത് കാറും കൂലിയും കൊടുത്ത് കൊണ്ടുവന്ന് അയാളെ കൊണ്ട് നിക്കാഹ് ചെയ്യിക്കേണ്ടി വരുന്നൊരു മതം. ഞാൻ ആലോചിച്ചത്, ഇങ്ങനെയൊരു മതം ഉണ്ടാവില്ലല്ലോ, ഇത് പടച്ചോൻ പറയില്ലല്ലോ. അങ്ങനെയാണ് ഖുർആനിൽ നിന്ന് എനിക്ക് അതിന് ഉത്തരം കിട്ടിയത്. ആ ഉത്തരം സമൂഹം ഏറ്റെടുത്തു. ഇവിടെ ഡോക്ടർ കരീമുണ്ട്, കരീം ഡോക്ടറുടെ മക്കളുമുണ്ട്. അദ്ദേഹം അതിന് ധൈര്യം തന്നു. ഇത് വൈജ്ഞാനികമായിട്ട് പറഞ്ഞാൽ പോരല്ലോ, ഒരാൾ പറയാനുണ്ടായാൽ പോരല്ലോ. കരീം ഡോക്ടർ പറഞ്ഞു, ഞാനത് നടപ്പിലാക്കാം. വേദന അനുഭവിക്കാൻ, പെയിൻ എടുക്കാൻ ആരെങ്കിലും ഒരാൾ ഉണ്ടാകുമ്പോഴേ നാട്ടിൽ വിപ്ലവങ്ങൾ ഉണ്ടാവുള്ളൂ. കരീം ഡോക്ടർ പറഞ്ഞു, എൻ്റെ മകളുടെ നിക്കാഹിന് ഞാൻ എൻ്റെ ഭാര്യയെയും കൂട്ടി എൻ്റെ മകളെ വേദിയിലിരുത്തി നിക്കാഹ് ചെയ്യിക്കാം, പുരോഹിതനെ ഒഴിവാക്കിയിട്ട്. അത് അദ്ദേഹം നടത്തി 3 വർഷങ്ങൾക്ക് മുമ്പ്. അത് കേരളീയ സമൂഹത്തിൽ ആദ്യമായി നടന്ന വിവാഹമായിരുന്നു. ഞങ്ങളുടെ മകൾ, എൻ്റെ മകൾ എന്ന് പിതാവ് പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഞങ്ങളുടെ മകളെ ഞങ്ങൾ നിനക്ക് വിവാഹം ചെയ്തു തരുന്നു എന്ന് മാതാവും പിതാവും ഒന്നിച്ചു പറഞ്ഞ കേരളത്തിലെ ആദ്യത്തെ വിവാഹമായിരുന്നു അത്. നിങ്ങൾ നോക്കൂ, ഇവിടെ എനിക്ക് പ്രസംഗിക്കാൻ കുറഞ്ഞ സമയമുള്ളൂ. ഈ പിതാവെന്ന് പറയുന്നത് ഈ ലോകത്ത് ഏതേതൊക്കെ മനുഷ്യന്മാർ ഒരാളെ അച്ഛൻ എന്നോ അപ്പ എന്നോ പപ്പ എന്നോ ഉപ്പ എന്നോ വിളിക്കുന്നോ, അതൊക്കെയും ഒരു പെണ്ണിൻ്റെ സാക്ഷ്യത്തിൻ്റെ ബലത്തിലല്ലേ, ഈ ഉമ്മയുടെ സാക്ഷ്യത്തിൻ്റെ ബലത്തിലല്ലേ ആ വിളിക്കുന്നത്. ആ സാക്ഷ്യം പിൻവലിച്ചാൽ തീരുന്ന വിളിയല്ലേ അതുള്ളൂ. എന്നിട്ട് ആ പെണ്ണിന് യാതൊരു അധികാരവും. ഏതൊരു പിതാവിൻ്റെയും പിതൃത്വം നിലനിൽക്കുന്നത് ഒരു സ്ത്രീയുടെ സാക്ഷ്യത്തിലാണ്. ആ സാക്ഷ്യത്തിലാണ് ഇയാൾ പിതാവാകുന്നത്. ആ സാക്ഷ്യം പിൻവലിച്ചാൽ അത് എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ആ പിതൃത്വം തീർന്നു. ആ പെണ്ണിന്, ഉമ്മയ്ക്ക് ഈ പെണ്ണിൻ്റെ തൻ്റെ മകളുടെ വിവാഹത്തിന് വന്നിട്ട് ഞങ്ങളുടെ മകളെന്ന് പറയാൻ അധികാരമില്ലാത്ത ഒരു മതം ദൈവത്തിൽ നിന്നുണ്ടാവുകയില്ല. പക്ഷേ ഇന്ന് കേരളം ഏറ്റെടുത്തു. അത് എല്ലാ പെൺകുട്ടികളും അത് ആഗ്രഹിക്കുന്നു. ഇവിടെയുള്ള വിവാഹം കഴിയാത്ത പെൺകുട്ടികളുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ വിവാഹത്തിന്, എനിക്ക് സാക്ഷിയാകാത്ത വിവാഹത്തിന് ഞാനില്ല എന്ന് പറയാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം. ഉമ്മമാരുണ്ടെങ്കിൽ ഉമ്മമാർ പറയണം, എൻ്റെ മകളുടെ വിവാഹത്തിന് ആ പെണ്ണിൻ്റെ, എൻ്റെ മകളുടെ ഉപ്പ എങ്ങനെയാണോ വേദിയിലിരിക്കുന്നത് അതുപോലെ എനിക്കും വേദിയിലിരിക്കണം, എനിക്കും അതിന് സാക്ഷിയാകണമെന്ന് പറയണം. നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. അത് ദൈവം തന്ന അവകാശമാണ്. ആ അവകാശം നിഷേധിക്കുന്നവരോട് ചോദ്യം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അതുപോലെ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും വർഗീയതയുടെയും വഴിയിലേക്ക് വിശ്വാസി സമൂഹത്തെ നയിക്കുന്ന സംഘടനകളുടെ കാപട്യം തുറന്നു കാണിക്കാൻ തീർച്ചയായിട്ടും അകമ്പൊരുളിന് സാധിച്ചിട്ടുണ്ട്. വസ്ത്രം കൊണ്ടും വേഷം കൊണ്ടും കോലം കൊണ്ടും വേറിട്ട് നിൽക്കാനും, എന്നിട്ട് ഞങ്ങളേതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവികളാണെന്ന മട്ടിൽ ജീവിക്കാനും തയ്യാറാകുന്ന തലമുറകളോട് പ്രാദേശിക സംസ്കൃതി ഉൾക്കൊണ്ട് ജീവിക്കലാണ് മതം എന്ന് പഠിപ്പിക്കാൻ അകമ്പൊരുളിന് സാധിച്ചിട്ടുണ്ട്. മതം മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ മതത്തിന് വേണ്ടിയല്ല എന്ന് ഊന്നിപ്പറയാൻ അകമ്പൊരുളിന് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഷാഫി കൊല്ലം പ്രസംഗിച്ചില്ലേ, സംഗീതവും സിനിമയും സ്പോർട്സും കലയും സാഹിത്യവുമെല്ലാം അധ്യാത്മ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്ന് തലമുറയെ പഠിപ്പിക്കാൻ. എല്ലാം ഹറാമാണ്, സംഗീതം പാടില്ല, സിനിമ പാടില്ല, നാടകം പാടില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ട് എല്ലാ ആർദ്ര വികാരങ്ങളെയും തല്ലിക്കെടുത്തി ഷണ്ഡീകരിക്കാൻ ശ്രമിച്ച പൗരോഹിത്യത്തിന് നേരെ എതിർത്ത് നിന്ന്, അല്ല, കലയാണ് ഇസ്ലാം, സംഗീതമാണ് ഇസ്ലാം, സാഹിത്യവും സ്പോർട്സുമാണ് ഇസ്ലാം എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു തലമുറയെ വാർക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് അകമ്പൊരുളിൻ്റെ മറ്റൊരു വലിയ നേട്ടമായി ഞാൻ കാണുന്നു. ഇതൊന്നും അവകാശവാദങ്ങളല്ല, ഇതെല്ലാം ദൈവം നൽകിയ അവകാശങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക മാത്രമാണ് അകമ്പൊരുൾ ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ ഓർക്കുന്നു. അകമ്പൊരുളിന് ഇനിയും ചില സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ അല്പം വലിയ സ്വപ്നങ്ങളാണ്, പക്ഷേ അത് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്നാമത്തത് ഒരു മനുഷ്യ ദേവാലയം എന്നുള്ളതാണ്. ജാതി, മതം, ലിംഗം എന്ന വ്യത്യാസങ്ങളില്ലാതെ സ്ത്രീക്കും പുരുഷനും ട്രാൻസ്ജെൻഡേഴ്സിനും മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും എല്ലാവർക്കും
ഏത് സമയത്തും നിർഭയത്വത്തോടെ, സുരക്ഷിതത്വബോധത്തോടെ, അന്യതാബോധമില്ലാതെ കയറി വന്ന് അവരവർക്ക് അറിയാവുന്ന വിധത്തിൽ പ്രാർത്ഥിക്കാനും ഇരിക്കാനും വിശ്രമിക്കാനും കഴിയുന്ന ഒരു മഹാദേവാലയം കേരളത്തിൻ്റെ മണ്ണിൽ ഉണ്ടാകണം. അത് നമ്മുടെ ഈ നാട്ടിലാണ് സാധിക്കുക, നമ്മുടെ ഈ രാജ്യത്താണ് സാധിക്കുക. ഇത്രത്തോളം വൈവിധ്യമുള്ള, ഇത്രത്തോളം മനോഹരമായ സംസ്കാരങ്ങളുള്ള മറ്റൊരു രാജ്യവും പ്രദേശവും ലോകത്തില്ല. നമ്മുടെ രാജ്യത്തത് സാധ്യമാകണം. അതാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച ദേവാലയം. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക്കൻ എന്ന് ഖുർആനിൽ പറഞ്ഞ ആ ദേവാലയം മനുഷ്യ ദേവാലയമാണ്, മനുഷ്യർക്ക് വേണ്ടി നിർമ്മിതമായ ദേവാലയം. അത് ഒരു മതാലയമല്ല, സംഘടനാ ആലയമല്ല, സമുദായാലയവുമല്ല, അത് മനുഷ്യാലയമായിരിക്കണം. ഇതാണ് അകമ്പൊരുളിൻ്റെ സ്വപ്നങ്ങളിലൊന്ന്. രണ്ടാമത്തത്, എല്ലാ വേദങ്ങളും തുല്യ പ്രാധാന്യത്തോടെ പഠിപ്പിക്കുന്ന ഒരു വേദമഹാപാഠശാല. ഞാൻ ഗുരുവിൽ നിന്ന് കടമെടുത്താണ് ഈ വാക്ക് രൂപപ്പെടുത്തിയത്. ഒരു വേദമഹാപാഠശാല. അവിടെ ബൈബിൾ പഠിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കുന്ന അതേ തുല്യ പ്രാധാന്യത്തോടെ. ചതുർവേദങ്ങൾ പഠിപ്പിക്കണം, ഗ്രന്ഥസാഹിബ് പഠിപ്പിക്കണം, കൺഫ്യൂഷ്യസിൻ്റെ വചനങ്ങളും തിരുക്കുറളും പഠിപ്പിക്കണം. അവിടെ ശാങ്കരകൃതികൾ പഠിപ്പിക്കണം. എല്ലാ വേദങ്ങളും ഒരുപോലെ പഠിപ്പിക്കുന്ന, തുല്യ പ്രാധാന്യത്തോടെ, സമബുദ്ധിയോടെയും സമഭക്തിയോടെയും എന്ന് ഗുരു പറഞ്ഞ ആ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു വേദമഹാപാഠശാല അകമ്പൊരുളിൻ്റെ മറ്റൊരു സ്വപ്നമാണ്. അതുപോലെ ധർമ്മവിദ്യാലയം. ഇളം തലമുറയ്ക്ക്, കുട്ടികൾക്ക് മതം പഠിപ്പിക്കുന്നതിനപ്പുറത്ത് ധർമ്മം പഠിപ്പിക്കുന്ന, മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ധർമ്മവിദ്യാലയം കൂടി ഉണ്ടാകണം. നാലാമത്തത്, ഒരു മാതൃകാ സ്ഥാനം നിർമ്മിക്കുക എന്നുള്ളതാണ്. ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്ന് പറഞ്ഞ ഗുരു പറഞ്ഞതുപോലെ ഒരു മാതൃകാസ്ഥാനം, ഒരു മോഡൽ സൊസൈറ്റി, ഒരു ഐഡിയൽ സൊസൈറ്റി ഉണ്ടാകണം. ഇങ്ങനെയും ജീവിക്കാം. പരസ്പരം വിവാഹം ചെയ്ത്, പരസ്പരം സ്നേഹിച്ച്, പരസ്പരം പുണർന്ന്, പരസ്പരം ലയിച്ച് പ്രണയപൂർവ്വം ജീവിക്കുന്ന ഒരു മാതൃകാ സൊസൈറ്റി. തീർച്ചയായും അത് സാധ്യമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി അകമ്പൊരുളിൻ്റെ ചില അനുഭവങ്ങൾ, എന്നെ ഹർഷപുളകിതനാക്കുന്ന, എന്നെ ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആനന്ദം നിറയുന്ന അനുഭവങ്ങളിലൂടെ അകമ്പൊരുൾ എന്നെ നയിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഇവിടെ ഇരിക്കുന്ന ജ്യോതിയമ്മ മംഗളഭാരതിയുടെ മഠാധിപതിയാണ്. മംഗളഭാരതി ആശ്രമം, മംഗളാനന്ദ സ്വാമി എന്ന് പറയുന്ന ഒരു സന്യാസിയുടെ പ്രതിഭയുടെ നാമധേയത്തിൽ നടന്ന ഒരാശ്രമം. ആ ആശ്രമത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥന നടക്കും. കഴിഞ്ഞ 4-5 വർഷമായി അവിടെ നടക്കുന്ന പ്രാർത്ഥനയിൽ, സന്ധ്യാപ്രാർത്ഥനയിൽ, പ്രാർത്ഥനയ്ക്ക് ശേഷം വായിക്കുന്ന വേദങ്ങളോടൊപ്പം വേദാന്തങ്ങളോടൊപ്പം അകമ്പൊരുളുമുണ്ട് എന്നുള്ളതാണ്. ഒരാശ്രമത്തിൽ പ്രാർത്ഥനയോടൊപ്പം ഖുർആൻ അകമ്പൊരുൾ വായിക്കപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ വലിയ ഒരു അവാർഡും ഈ മേഖലയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. 1-ാം വാള്യം വായിച്ചു തീർന്നു, 2-ാം വാള്യം വായിച്ചു തീർന്നു, അത് വായിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ ചെട്ടികുളങ്ങര ആശ്രമം എനിക്ക് ആചാര്യ പദവി തന്നു. ഞാനതിന് അർഹനായതുകൊണ്ടല്ല. ഞാൻ എഴുതിയ ഈ മഹാഗ്രന്ഥത്തിൻ്റെയും മഹാദൗത്യത്തിൻ്റെയും സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഗുരു മുനിനാരായണ പ്രസാദ് സ്വാമിക്ക് നൽകിയ, MK സാനുമാഷ്കർ നൽകിയ ആചാര്യ പദവി അവർ എനിക്ക് സദയം നൽകുകയും ആ രീതിയിൽ ഞാൻ ആദരിക്കപ്പെടുകയും ചെയ്തു. ഞാനല്ല, അകമ്പൊരുളാണ് ആദരിക്കപ്പെട്ടത് എന്ന് ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. ഒരുപക്ഷേ ഭാരതത്തിൽ ഹിന്ദുമതത്തിന് പുറത്ത് ആചാര്യ പദവി നൽകപ്പെട്ടിട്ടുള്ള ഏക വ്യക്തി ഞാനാണ് എന്ന് അല്പം പോലും അഹങ്കാരമില്ലാതെ ഒരു യാഥാർത്ഥ്യമെന്ന നിലക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ഒരുപാട് പറയാനുണ്ട്, പക്ഷേ ഞാൻ ചുരുക്കുകയാണ്. ഈ യാത്രയിൽ എൻ്റെ നേട്ടങ്ങളൊന്നും എൻ്റെതല്ല എന്ന്
വിനയത്തിന് വേണ്ടിയല്ല, സത്യമായി ഞാൻ പറയുന്നു. ഞാൻ ഒരിടത്തിരുന്ന് എഴുതുക മാത്രമാണ് ചെയ്യുന്നത്. എൻ്റെ കൂടെ ഒരു കൊച്ചു സംഘമുണ്ട്. ആ സംഘം നിരന്തരമായി ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘമാണ്. അതിൻ്റെ നേതൃസ്ഥാനത്ത് പ്രിയപ്പെട്ട VK അബ്ദുള്ള സാഹിബ് തന്നെയാണ്. അതോടൊപ്പം ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് ഈ പരിപാടി ഇങ്ങനെ ഡിസൈൻ ചെയ്തത് നമ്മുടെ ആപ്പ് ഡിസൈൻ ചെയ്ത അമീറാണ് ഇങ്ങനെ ഒരു പരിപാടിയെക്കുറിച്ച് ആസൂത്രണം ചെയ്തത്. അമീറിനെ പോലുള്ള ദിഷണാശാലികൾ. അതുപോലെ ഇതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് പ്രിയപ്പെട്ട ഷാജഹാൻ ഇതിൻ്റെ 1-ാം തീയതി മുതൽ, അകമ്പൊരുളിൻ്റെ തുടക്കം മുതൽ അകമ്പൊരുളിനോടൊപ്പമുള്ള ഒരു പോരാളിയാണ്. നേരത്തെ VK അബ്ദുള്ള സാഹിബിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരുപാട് എതിർപ്പുകളും ഒരുപാട് സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഷാജഹാന്. ഒരുപാട് ബന്ധങ്ങളില്ലാതായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോഴും പിണക്കത്തിലാണ്. പക്ഷേ അതൊക്കെ അവഗണിച്ച് താൻ തനിക്ക് ബോധ്യപ്പെട്ട ഒരു സത്യമെന്ന നിലക്ക് അകമ്പൊരുളിനോടൊപ്പം അദ്ദേഹമുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ, പേരെടുത്ത് പറയുകയാണെങ്കിൽ കുറേ ആളുകളുണ്ട്. ബഷീറുണ്ട്, കബീർക്കയുണ്ട്, താരീഖുണ്ട്, എൻ്റെ ശിഷ്യന്മാരായ ഫർഹാൻ, അതുപോലെ അംജദ്, ഇങ്ങനെ ഒരുപാട് ആളുകൾ, ഞാൻ അങ്ങനെ പേരെടുത്ത് പറയുന്നില്ല. കുഞ്ഞാ സാഹിബ്, ഇങ്ങനെ കുറേ ആളുകൾ, ദിലീപ്, ഒരുപാട് അങ്ങനെ എല്ലാവരെയും പേരെടുത്ത് പറയുക എനിക്ക് സാധ്യമല്ല. അവരൊക്കെയും ഇതിൻ്റെ കൂടെ ഉള്ളവരാണ്. ഈ ടീമിൻ്റെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ എൻ്റേതായി നിങ്ങളൊക്കെ കാണുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഒരിടത്തിരുന്ന്, ഒരു വീട്ടിനകത്തിരുന്ന് എഴുതുന്നു. ബാക്കിയുള്ളതെല്ലാം നടക്കുന്നത്, ഇതിൻ്റെ പ്രിൻറ്റിങ്ങും ഇതിൻ്റെ വിതരണവും എല്ലാം നടക്കുന്നത് ഈ സംഘത്തിൻ്റെ ബലത്തിലാണ്. അള്ളാഹു അത് സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയും നിങ്ങളൊക്കെ മുന്നോട്ട് വരണം. പ്രതിഭകളുടെ കുറവ് നന്നായിട്ടുണ്ട്. വിഭവങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് വിഭവങ്ങളില്ലാത്തതിൻ്റെ, വിഭവദാരിദ്ര്യത്തിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എല്ലാവരും സർവാത്മന മുന്നോട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം എന്നെ ധാർമ്മികമായി പിന്തുണക്കുന്ന ആളുകൾ, ഇതാ എൻ്റെ മുന്നിലിരിക്കുന്ന സുരേഷ് നാരായണ ഗുരുകുലം സ്റ്റഡി സർക്കിളിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം അകമ്പൊരുളിൻ്റെ, ഒരുപക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പേരുകളോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അതേക്കാൾ മികച്ചു നിൽക്കുന്ന അകമ്പൊരുളിൻ്റെ ഒരു സംഘാടകനാണ്. ഇന്ന് പെരുമ്പാവൂരിൽ നിന്ന് 10-35 പേരെയും കൊണ്ട് വണ്ടി എടുത്ത് രാവിലെ 4 മണിക്ക് അവിടുന്ന് 5 മണിക്ക് അവിടുന്ന് പുറപ്പെട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഇവിടെ എത്തി. ഇതിനോടുള്ള പ്രതിബദ്ധത ഒന്നുകൊണ്ട് മാത്രം. ഈ ഗുരുകുലം ടീം, എൻ്റെ ഉമ്മയ്ക്ക് തുല്യം എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടുന്ന വാത്സല്യങ്ങളൊക്കെ തരുന്നയാളാണ് മാതാജി ജ്യോതിർമയി അമ്മ. ഞാൻ എവിടെ പോകുമ്പോഴും അവിടെ ആ ഭാഗത്ത് പോകുന്നെങ്കിൽ എൻ്റെ വാസവും എൻ്റെ എല്ലാ സൗകര്യങ്ങളും അവിടെയായിരിക്കും. ഇങ്ങനെ എന്നോടൊപ്പം ഈ ഒരു ദൗത്യത്തോടൊപ്പം ചേർന്ന് ഇതിനെ താലോലിച്ച് ഇതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്ന ഗുരുകുലം ടീം. അതുപോലെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള TCA പോലുള്ള ആളുകൾ, സാമ്പത്തികമായിട്ട് വേണമെങ്കിൽ സാമ്പത്തികമായിട്ട് ഇങ്ങനെയൊക്കെ സഹായിക്കുന്ന ആളുകൾ. കോയമ്പത്തൂരിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ കോയമ്പത്തൂരിൽ നിന്ന്, കാഞ്ഞങ്ങാട് നിന്ന് വന്നു. സുഖമില്ലാഞ്ഞിട്ട് പോലും പ്രയാസം അനുഭവിച്ചിട്ട് കാഞ്ഞങ്ങാട് നിന്ന് വന്നു. പല ഭാഗത്ത് നിന്ന് ആളുകൾ, കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ, ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എപ്പോഴും വിളിച്ചന്വേഷിക്കുന്നു എന്തൊക്കെയാണ് വേണ്ടത് എന്ന്. ഇവരാണ് യഥാർത്ഥത്തിൽ ഇതിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഈ വേദിയിൽ നോക്കൂ, ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഹാഷിം ഖാൻ. വളരെ പ്രയാസം, ആരോഗ്യപരമായിട്ട് വളരെ പ്രയാസമുണ്ട്. പക്ഷേ ഹാഷിം ഖാൻ ഇതിനോടുള്ള സ്നേഹം, എന്നോടുള്ള സ്നേഹം, ഈ അകമ്പൊരുളിനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇവിടെ വന്നത്. ഇബ്രാഹിം ഖാൻ ആണെങ്കിൽ അതിനേക്കാളും പ്രയാസത്തിലാണ്, ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു ദൗത്യത്തോടുള്ള അവരുടെ പ്രതിബദ്ധതയാണ് ഇവിടെ എത്തിച്ചത്. ഉസ്താദ് അലി മണിക്ഫാൻ ഇവിടെ നാടുവിട്ടു പോയ ആളാണ്. കേരളം നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് നാടുവിട്ടു പോയ ആളാണ്. അദ്ദേഹം മിനിക്കോയ് ദ്വീപിലേക്ക് താമസം മാറ്റിയതാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമുണ്ട്, നിങ്ങൾ വരണം, നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് മിനിക്കോയിൽ നിന്ന് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് കേരളത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച്, അങ്ങനെ ഇതിൻ്റെ കൂടെ അദ്ദേഹമുണ്ട്, ഈ ഒരു ദൗത്യത്തിൻ്റെ കൂടെ. 86 വയസ്സായി, 14 ഭാഷകളറിയാം. അദ്ദേഹത്തിൻ്റെ പേരിൽ സ്വന്തമായി കടലിലൊരു മീനുണ്ട്. ഒരാണി പോലും ഉപയോഗിക്കാതെ, ഇരുമ്പ് ഉപയോഗിക്കാതെ സ്വന്തമായി കപ്പൽ നിർമ്മിച്ച് ഒമാനിൽ നിന്ന് ചൈനയിലേക്ക് 70 ആളുകളുമായിട്ട് യാത്ര നടത്തിയിട്ടുള്ള ഒരു കപ്പൽ നിർമ്മാതാവാണ് അദ്ദേഹം.
അദ്ദേഹത്തിൻ്റെ തമിഴ്നാട്ടിലുള്ള വസതിയിൽ കരണ്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം സ്വന്തമായിട്ട് കാറ്റാടി യന്ത്രം വെച്ച് കരണ്ട് ഉൽപ്പാദിപ്പിച്ചു. സൈക്കിൾ ഉപയോഗിച്ച് സൈക്കിളിൽ മോട്ടോർ വെച്ച് തിരുനെൽവേലിയിൽ നിന്ന് ഡൽഹി വരെ യാത്ര ചെയ്തു. ഇങ്ങനെ ഒരുപാട് കഴിവുകളുള്ളൊരു മഹാപ്രതിഭ. ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഏറ്റവും മികവും കഴിവുള്ളൊരു ശാസ്ത്രജ്ഞൻ. മരിച്ചുപോയ APJ അബ്ദുൽ കലാം പോലും അദ്ദേഹത്തിൽ നിന്ന് പല അഭിപ്രായങ്ങളും ആരായാറുണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ കരുത്തെന്ന് പറയുന്നത്. പിന്നെ നിങ്ങളെല്ലാവരും ജുമുഅ സ്ഥാപിച്ചു. വെള്ളിയാഴ്ച ജുമുഅ, ഒരു വർഷമായിട്ട് ജുമുഅ സ്ഥാപിച്ചു. ജുമുഅ ഖുതുബ നിങ്ങളൊക്കെ യൂട്യൂബിലൂടെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അകമ്പൊരുളിനെക്കുറിച്ചൊരു വാക്കുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അകമ്പൊരുൾ ആരോടും എതിർത്തുകൊണ്ടല്ല മുന്നോട്ട് പോകുന്നത്. ആരോടും ദേഷ്യമില്ല, ആരോടും അകൽച്ചയുമില്ല. ഏതെങ്കിലും സംഘടനയോട് പ്രത്യേകിച്ച് അകന്ന് നിന്ന് അതിനെ തകർക്കുകയൊന്നും അകമ്പൊരുളിൻ്റെ ലക്ഷ്യമല്ല. സത്യം പറയുക. സത്യം പറയുമ്പോൾ ചിലരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴും. സത്യം പറയുമ്പോൾ ചിലർക്ക് വേദനിക്കും. സത്യം പറയുമ്പോൾ ചിലരുണ്ടാക്കിയ കോട്ടകൾ തകരും. അത് സത്യത്തിൻ്റെ പ്രശ്നമാണ്, അകമ്പൊരുളിൻ്റെ പ്രശ്നമല്ല. അതോടൊപ്പം നിങ്ങൾ നോക്കൂ, ഈ സദസ്സിൽ ജബ്ബാർ മാഷ് വന്നിരിക്കുന്നുണ്ട്, ലിയാഖത്ത് വന്നിരിക്കുന്നുണ്ട്. ഒരിക്കലും അവർ വരാൻ പാടില്ലാത്തൊരു സദസ്സായത്. കാരണം ഇത് ഖുർആനിൻ്റെ വ്യാഖ്യാനം, ഖുർആൻ വിമർശകരാണ് രണ്ടുപേരും. ജബ്ബാർ മാഷ് മുഖം നോക്കാതെ വിമർശിക്കുന്ന, ഖുർആനിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് തോന്നുന്ന വ്യക്തി വിമർശിക്കുന്നു എന്ന് തോന്നുന്ന ആളാണ്. പക്ഷേ അവർ പോലും വന്നു. കാരണം ആശയപരമായ വിയോജിപ്പുകൾ, ഞങ്ങൾ തമ്മിൽ ശക്തമായ വിയോജിപ്പുണ്ട്. പക്ഷേ ആ വിയോജിപ്പുള്ളപ്പോൾ പോലും ആശയങ്ങൾ പരസ്പരം കൈമാറുന്നതിനും സംവദിക്കുന്നതിനും ഇതൊന്നും തടസ്സമല്ല എന്നുള്ളതാണ്. നല്ല സുഹൃത്തുക്കളാണ് ഞങ്ങൾ. ലിയാഖത്ത് 3-ാം വോള്യത്തിൻ്റെ പ്രകാശത്തിനും ഉണ്ടായിരുന്നു. ഈ രീതിയിൽ മാത്രമല്ല, ഇവർ പറയുന്നത്, മൗലവി പറയുന്നത് പോലെയാണ് ഇസ്ലാമെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇസ്ലാമിനോട് പിന്നെ ഏതോ അർത്ഥത്തിലുള്ള ശത്രുത ഉണ്ടായിട്ട് ഇസ്ലാമെ ഇങ്ങനെ നശിപ്പിച്ച് കളയാമെന്നൊന്നും ഇവർ ഉദ്ദേശിക്കുന്നില്ല. നിലവിലുള്ള, നിങ്ങൾ നോക്കൂ, ഈ യൂട്യൂബിലൊക്കെ വരുന്ന പ്രഭാഷണങ്ങളൊക്കെ കേട്ട് ആരാ എതിർക്കാത്തത്? ആർക്കാ ദേഷ്യം തോന്നാത്തത്? ആർക്കാ വെറുപ്പ് തോന്നാത്തത്? അപ്പോൾ അകമ്പൊരുളെന്ന് പറയുന്നത് ആരോടും ദേഷ്യത്തോടെ, ദേഷ്യമോ വിദ്വേഷമോ അകൽച്ചയോ കാത്തു സൂക്ഷിക്കുന്ന ഒരു കൂട്ടായ്മയല്ല. അകമ്പൊരുളിൻ്റെ കൂട്ടായ്മയ്ക്കൊരു പേരുണ്ട്. ആ പേര് സെൻറ്റർ ഫോർ ഇൻക്ലൂസീവ് ഇസ്ലാം ആൻഡ് ഹ്യൂമനിസം എന്നാണ്. ഇൻക്ലൂസിവിറ്റിയാണ് അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റിയാണ്. ആ രീതിയിൽ മാനവികതയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നൊരു സംഘം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഈ വേദിയിലുണ്ട്, ഈ സദസ്സിലുണ്ട്. അവർ നൽകുന്ന എനിക്കുള്ള ഒരു വലിയ പിന്തുണ, എൻ്റെ സഹോദരനുമുണ്ട്. അവർ നൽകുന്ന വലിയ പിന്തുണയുണ്ട്. ഞാൻ പറയുന്ന കാര്യം സത്യമാണെന്നവർക്ക് ബോധ്യപ്പെടുമ്പോൾ സമൂഹത്തിൽ നിന്നുള്ള എന്തൊക്കെ എതിർപ്പുകളുണ്ടെങ്കിലും, എൻ്റെ ഉപ്പയൊക്കെ പുറത്ത് നാട്ടുകാരോടൊപ്പം ജീവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ടെന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നു. പറയും, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, ബലി പാടില്ല എന്ന് പറയുന്നു, അറവ് പാടില്ല എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പക്ഷേ അതിനെയൊക്കെ സമർത്ഥമായി നേരിട്ട് എനിക്ക് ധാർമ്മികമായി പിന്തുണ നൽകുന്ന ആ ഒരു ശക്തിയുണ്ടല്ലോ, അവരിൽ നിന്ന് കിട്ടുന്നൊരു ഊർജം, അത് എനിക്ക് വലിയൊരു ഊർജ്ജമാണ് എൻ്റെ ഈ പ്രവർത്തനത്തിന്. എന്നോട് നിസ്സഹകരിക്കുകയാണെങ്കിൽ, അവരെന്നോട് വിയോജിക്കുകയാണെങ്കിൽ, അവരെന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും എനിക്ക് താങ്ങാൻ കഴിയാത്തതായിരിക്കും അത്. എനിക്ക് ഈ രംഗത്ത് മുന്നോട്ട് പോകാൻ ഒട്ടും കഴിയില്ല. പക്ഷേ എന്നെ ധാർമ്മികമായി സപ്പോർട്ട് ചെയ്യുന്നു, എൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും അവർ പിന്തുണ നൽകുന്നു എന്നുള്ളത് എൻ്റെ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഈ സംരംഭത്തെ വിജയിപ്പിക്കട്ടെ. ഒരു കാര്യം കൂടി പറയുന്നു, നിങ്ങളാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും ഇതിനുണ്ടാകണം. സാമ്പത്തികം വേണം, അതുപോലെ നിങ്ങളുടെ ശാരീരികമായ സാന്നിധ്യം വേണം, വൈജ്ഞാനികമായ സംഭാവനകൾ വേണം, ധാർമ്മികമായ പിന്തുണ വേണം. അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദുആഇ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും.